Okay, next theorem. Let V and W are finite dimensional vector spaces over the field F. Let B be the ordered basis of capital V with dual basis B star and B dash be an ordered basis for W with dual basis B star dash. Let T be a linear transformation from V into W and A be the matrix of T relative to B B dash and B be the matrix of T transpose relative to B star dash B star, then Bij equal to Aj. ഓക്കെ, അപ്പോൾ ഈ തിയറത്തിന് ഇതിന് മുൻപുള്ള രണ്ട് തിയറംസ് നന്നായി നോക്കണം, എന്നാലാണ് ഇത് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള അതേ ഫങ്ഷൻസ് തന്നെയാണ് ഇതിൽ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് ബി ബി ദ ബേസിസ് ഓഫ് വി, ദെൻ ബി ഈക്വൽ ടു alpha 1, alpha 2, etc. alpha n, dimension of E equal to n എന്നെടുക്കാം. And B dash be the basis of W, then B dash equal to beta 1, beta 2, etc. beta m, that is dimension of W is equal to m. And B star and B star dash be the dual basis of V and W respectively. Then B star equal to ഡ്യുവൽ ബേസിസ് ആയതുകൊണ്ട് അതിലത്തെ എലമെൻറ്റ്സ് എല്ലാം ഫങ്ഷണൽസ് ആയിരിക്കും. അപ്പോൾ ബി സ്റ്റാർ ഈസ് ഈക്വൽ ടു F1, F2, എക്സെട്ര FN ആൻഡ് ബി സ്റ്റാർ ഡാഷ് ഇസ് ഈക്വൽ ടു G1, G2, എക്സെട്ര GN. അങ്ങനെയാണെങ്കിൽ ടി ഓഫ് ആൽഫ ജെ ഈക്വൽ ടു ടി ഓഫ് ആൽഫ ജെ എന്നുള്ളത് ഡബ്ല്യൂവിലെ എലമെൻറ്റാണ്. ടി ഓഫ് ആൽഫ ജെ ഡബ്ല്യൂവിലെ എലമെൻറ്റാണ്. ഡബ്ല്യൂവിലെ എലമെൻറ്റ്സിനെല്ലാം നമുക്ക് എങ്ങനെ എഴുതാം? ഡബ്ല്യുവിൻ്റെ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഐ വാരീസ് ഫ്രം 1 to m Aij into beta I, where j equal to 1, 2, 3, etc. n. Then T transpose of Gj equal to T transpose of Gj എങ്ങനെ എഴുതാം? Gj എന്നുള്ളത് ഫങ്ഷണൽസ് ആണ് അല്ലേ? Gj എന്നുള്ളത് എവിടുത്തെ ഫങ്ഷണൽസ് ആണ്? ഡബ്ല്യൂയിൽ നിന്നും എഫിലേക്ക് മാപ്പ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ടി ട്രാൻസ്പോസ് ഓഫ് ജി ജെ ഈക്വൽ ടു ഏതിൻ്റെ ടേംസിലാണ് നമുക്ക് എഴുതാൻ പറ്റുക? സിഗ്മ ഐ വാരീസ് ഫ്രം 1 to n ബി ഐ ജെ ഇൻറ്റു എഫ് ഐ, എഫ് ഐയുടെ ടേംസിൽ എഴുതാൻ പറ്റും. ഓക്കെ, ജെ ഈക്വൽ ടു 1, 2, 3, എക്സെട്ര എം, അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ടി ട്രാൻസ്പോസ് ഓഫ് ജി ജെ ആൽഫ ഐ ഈക്വൽ ടു കഴിഞ്ഞ തിയറത്തിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇറ്റ് ഈസ് ദ കോമ്പോസിഷൻ ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ ജി ജെ ഓഫ് ടി ഓഫ് ആൽഫ ഐ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ജി എന്ന് പറയുന്നത് ഫങ്ഷണൽ ആയതുകൊണ്ട് അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ജി ജെ ഇൻറ്റു ഇനി ടി ഓഫ് ആൽഫ ഐക്ക് നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇക്വേഷൻ 1 പ്രകാരമുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എന്താ വരിക? സിഗ്മ കെ വാരീസ് ഫ്രം 1 to m എ കെ ഐ ഇൻറ്റു ബീറ്റ കെ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇക്വേഷൻ 1ലുള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ് കൊടുത്തത്. ദറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ കെ വാരീസ് ഫ്രം 1 to m എ കെ ഐ ഇൻറ്റു G1 അല്ലെങ്കിൽ G1 അല്ല Gj ഓഫ് ബീറ്റ കെ എന്ന് എഴുതാൻ പറ്റും ഫങ്ഷണൽ ആയതുകൊണ്ട്. ദറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ കെ വാരീസ് ഫ്രം 1 to m എ കെ ഐ ഇൻറ്റു ഡെൽറ്റ ജെ കെ എന്ന് എഴുതാനായിട്ട് പറ്റും. അതായത് ഡെൽറ്റ ജെ കെ എന്നുള്ളതിന് പകരം നമ്മൾ എന്താ കൊടുക്കണമെന്ന് വെച്ചാൽ F1 ഓഫ് കഴിഞ്ഞ തിയറത്തിലൊക്കെ നമ്മൾ ഇത് ഈ ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. F1 ഓഫ് ആൽഫ ജെനെ ഡെൽറ്റ ഐ ജെ എന്ന് ഡിഫൈൻ ചെയ്താൽ ഐയും ജെയും ഈക്വൽ ആകുമ്പോൾ മാത്രമേ ഇതിൻ്റെ വാല്യൂ 1 ആവുന്നുള്ളൂ. ഐ നോട്ട് ഈക്വൽ ടു ജെയുടെ കേസിൽ 0 ആണ്. അതേപോലെ തന്നെ നമുക്ക് ജി ജെ ഓഫ് ബീറ്റ കെനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഡെൽറ്റ ജെ കെ എന്ന് ഡിഫൈൻ ചെയ്യാം. ജെയും കെയും ഈക്വൽ ആകുമ്പോൾ 1 വരും, ജെ നോട്ട് ഈക്വൽ ടു കെ വരുമ്പോൾ 0 വരും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ജി ജെ ഓഫ് ബീറ്റ കെക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ജി ജെ ഓഫ് ബീറ്റ കെക്ക് പകരം ഡെൽറ്റ ജെ കെ എന്ന് കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു ജെയും കെയും ഈക്വൽ ആകുമ്പോൾ മാത്രമാണ് അതിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുള്ളൂ അല്ലേ? അപ്പോൾ അതിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പോൾ ജെയും കെയും ഈക്വൽ ആകുന്ന കേസിൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? അപ്പോൾ കെക്ക് പകരം നമുക്ക് ജെ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ജെ ഐ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഞാനിവിടെ വായിച്ചപ്പോൾ AK1 എന്ന് വായിച്ചു എന്ന് തോന്നുന്നു. AKI എന്നാണ് കേട്ടോ അത് വായിക്കേണ്ടത്. ഇക്വേഷൻ 1ലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ അതൊന്ന് തിരുത്തി വായിക്കണം. ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ AKI എന്നാണ് കേട്ടോ അത്. കാരണം നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു AIJ, ആ സബ്സ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഐക്ക് പകരം ഞാനിവിടെ കെ എന്നാണ് എഴുതിയത്, ജെക്ക് പകരം ഐ എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ AKI എന്നാണ് വായിക്കേണ്ടത് കേട്ടോ. AK1 എന്ന് വായിച്ചു എന്ന് തോന്നുന്നു, സോറി. അപ്പോൾ AKI ആണ്. അപ്പോൾ ഇവിടെ
ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് വരിക? ലാസ്റ്റ് സ്റ്റെപ്പിൽ ജെയും കെയും ഈക്വൽ ആകുമ്പോഴാണ് ഇത് 1 ആവുള്ളൂ. അപ്പോൾ ജെയും കെയും ഈക്വൽ ആകുമെന്ന് പറഞ്ഞാൽ ഈ കെക്ക് ജെ കൊടുക്കണം. അങ്ങനെയാണ് ഇവിടെ എ ജെ ഐ എന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എ ജെ ഐ എന്ന് കിട്ടി. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 3 എന്ന് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ 3.15 പഠിച്ചിട്ടുണ്ട്. എഫ് ഈസ് എ ലീനിയർ ഫംഗ്ഷൻ ഓൺ വി, ദെൻ എഫ് ക്യാൻ ബി റിട്ടൺ ആസ് സിഗ്മ ഐ വാരീസ് ഫ്രം 1 to n എഫ് ഓഫ് ആൽഫ ഐ ഇൻറ്റു എഫ് ഐ എന്ന് എഴുതാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ടി ട്രാൻസ്പോസ് ഓഫ് ജി ഈക്വൽ ടു ടി റൈസ് ടു ടി എന്ന് വായിക്കുകയാണ്. ടി റൈസ് ടു ടി എന്ന് പറഞ്ഞാൽ ടി ട്രാൻസ്പോസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടി റൈസ് ടു ടി ഓഫ് ജി ഈക്വൽ ടു സിഗ്മ ഐ വാരീസ് ഫ്രം 1 to n ടി ട്രാൻസ്പോസ് ഓഫ് ജി ജെ ഓഫ് ആൽഫ ഐ ഇൻറ്റു എഫ് ഐ. കാരണം ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളിവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ആ സബ്സ്റ്റിറ്റ്യൂഷൻ എഫിന് പകരം നമ്മൾ ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്? ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടാണ് ഇങ്ങനെ എഴുതിയത്. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഐ വാരീസ് ഫ്രം 1 to m എ ജെ ഐ. തൊട്ട് മുമ്പിൽ ഇക്വേഷൻ 3 പ്രകാരം നമ്മളിത് എ ജെ ഐ ആണ് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എ ജെ ഐ ഇൻറ്റു എഫ് ഐ എന്ന് എഴുതാം. ഓക്കെ, തൊട്ട് മുമ്പിൽ നമ്മൾ ഇത് എ ജെ ഐ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ എ ജെ ഐ എന്ന് എഴുതിയത്. എ ജെ ഐ ഇൻറ്റു എഫ് ഐ എന്ന് എഴുതാം. അപ്പോൾ ഇക്വേഷൻ 5ഉം ഇക്വേഷൻ 2 അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ലെഫ്റ്റ് സൈഡ് സെയിം ആണ്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ ജെ ഐ ഈക്വൽ ടു ബി ഐ ജെ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് തിയറം നോക്കാം. ലെറ്റ് എ ബി എൻ എൻ ബൈ എൻ മെട്രിക്സ് ഓവർ ദ ഫീൽഡ് എഫ്, ദെൻ ദ റോ റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു കോളം റാങ്ക് ഓഫ് എ. ലെറ്റ് ബി ബി ദി സ്റ്റാൻഡേർഡ് ഓർഡേർഡ് ബേസിസ് ഫോർ എഫ് എൻ ആൻഡ് ബി ഡാഷ് ബി ദി സ്റ്റാൻഡേർഡ് ഓർഡേർഡ് ബേസിസ് ഫോർ എഫ് എം. Define a transformation T from f raised to n to f raised to m. Then T of fnൽ elements എല്ലാം n tuples ആയിരിക്കും. x1 x2 etc. xn equal to fmൽ elements എന്തായിരിക്കും? y1 y2 etc. ym m tuple ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടി എക്സ് ഈക്വൽ ടു എ എക്സ് എന്ന് എഴുതുകയാണെങ്കിൽ, ടി എക്സ് ഈക്വൽ ടു എ എക്സ് ആണെങ്കിൽ ടിക്ക് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? ടി എന്ന് പറയുന്നത് മെട്രിക്സ് ആണ് റിലേറ്റീവ് ടു ബി ബി ഡാഷ്, ദറ്റ് ഈസ് ഈക്വൽ ടു എ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ടി എക്സ് ഈക്വൽ ടു എ എക്സ് എന്ന് എഴുതുകയാണെങ്കിൽ ടി എന്ന് പറയുന്നത് എന്താണ്? മെട്രിക്സ് റിലേറ്റീവ് ടു ബി ബി ഡാഷ്. അത് ടിയുടെ മെട്രിക്സ് എന്ന് പറയുന്നത് എ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റേഞ്ച് ഓഫ് ടി എന്താ വരിക? റേഞ്ച് ഓഫ് ടി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ വൈ ബിലോങ്സ് ടു എഫ് എം സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു എ എക്സ്. ഓക്കെ, അങ്ങനെയുള്ള കളക്ഷൻസാണ് റേഞ്ച് ഓഫ് ടിയിൽ ഉണ്ടാവുക. അപ്പോൾ എ എക്സുകൾ എന്താണെന്ന് നോക്കുകയാണ്. എ എക്സ് ഈക്വൽ ടു കോയിഫിഷ്യൻ മെട്രിക്സ് എ, ദറ്റ് ഈസ് A11 A12 എക്സെട്ര A1n, A21 A22 എക്സെട്ര A2n, AM1 AM2 എക്സെട്ര AMn. പിന്നെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? x1 x2 എക്സെട്ര xn ആണ് വരിക. ദറ്റ് ഈസ് ഈക്വൽ ടു അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് A11 x1 പ്ലസ് A12 x2 പ്ലസ് എക്സെട്ര A1n xn. അടുത്ത ടൈം A21 x1 പ്ലസ് A22 x2 പ്ലസ് എക്സെട്ര A2n xn. ലാസ്റ്റ് ടേം AM1 x1 പ്ലസ് AM2 x2 പ്ലസ് എക്സെട്ര AMn xn എന്ന് കിട്ടും. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, കോളം മെട്രിസസ് ആയിട്ട് എഴുതാം. A11 A21 എക്സെട്ര AM1 ഇൻറ്റു x1 പ്ലസ് A21 A22 എക്സെട്ര AM2 ഇൻറ്റു x2 പ്ലസ് എക്സെട്ര A1n A2n എക്സെട്ര AMn ഇൻറ്റു xn എന്ന് എഴുതാൻ പറ്റും. അതായത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ കോളം വെക്ടേഴ്സ് ഓഫ് എ. എയുടെ കോളംസ് വെച്ചിട്ട് ലീനിയർ കോമ്പിനേഷനാക്കി ഏതിനെ എഴുതാൻ പറ്റുന്നുണ്ട്? എ എക്സിനെ എഴുതാൻ പറ്റുന്നുണ്ട്. എ എക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? റേഞ്ചിലെ എലമെൻറ്റ്സ് ആണ്. ദറ്റ് ഈസ് റേഞ്ച് ഓഫ് ടി ഈക്വൽ ടു സ്പാൻ ഓഫ് കോളംസ് ഓഫ് എ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എയുടെ കോളംസിൻ്റെ സ്പാൻ ആണെങ്കിൽ അതിൻ്റെ റേഞ്ച് ഓഫ് ടി എന്ന് പറയുന്നത് ശരിക്കും എന്തായിരിക്കും? ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ് ഓഫ് എ ആയിരിക്കും അതിൻ്റെ റാങ്ക് ആയിട്ട് വരിക. ഓക്കെ, റാങ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റേഞ്ച് ഓഫ് ടി സ്പാൻ ഓഫ് കോളം ഓഫ് എ ആണെങ്കിൽ റാങ്ക് ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ റാങ്ക് ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡയമെൻഷൻ ഓഫ് അപ്പോൾ ഇവിടെ റാങ്ക് ടി എന്ന് എഴുതണം കേട്ടോ. ഇവിടെ റാങ്ക് ടി എന്ന് എഴുതണം. റാങ്ക് ടി ഈക്വൽ ടു എന്ത് വരും? ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ് ഓഫ് എ. ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോളം റാങ്ക് ഓഫ് എ എന്നാണ് വരിക. ഓക്കെ, ഇനി നമ്മൾ ഇത് മെട്രിക്സ് എടുത്താലും എ ഐ ജെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ജെ ഐ ആയിരിക്കും. ഓക്കെ, അതായത് എലമെൻറ്റ്സ് തിരിച്ചു വരുമല്ലോ. അപ്പോൾ എ ഐ ജെ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ജെ ഐ. അപ്പോൾ കോളംസ് ഓഫ് എ ഐ ജെ എന്ന് പറയുന്നത് റോ ഓഫ് എ ജെ ഐ ട്രാൻസ്പോസിനോട് ഈക്വൽ ആയിരിക്കും. എ ഐ ജെയുടെ കോളംസ് എ ജെ ഐ ട്രാൻസ്പോസിൻ്റെ റോസിനോട് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എ ട്രാൻസ്പോസ് ആണ് വരിക. അപ്പോൾ റാങ്ക് ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ
തിയറത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. റാങ്ക് ടിയും റാങ്ക് ടി റേസ് ടു ടിയും, അതായത് ടി ട്രാൻസ്പോസും എന്താണ്, സെയിം ആണെന്ന് കഴിഞ്ഞ തിയറത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു റാങ്ക് ടി റേസ് ടു ടി എന്ന് പറഞ്ഞാൽ എന്താ വരിക, നമ്മളിപ്പോൾ തന്നെ തൊട്ട് മുമ്പിൽ പറഞ്ഞു റാങ്ക് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, കോളം റാങ്ക് ഓഫ് എ ആണ്. അപ്പോൾ റാങ്ക് ടി റേസ് ടു ടി എന്ന് പറഞ്ഞാൽ എന്താ വരിക, കോളം റാങ്ക് ഓഫ് എ റേസ് ടു ടി ആണ് വരിക. കോളം റാങ്ക് എ ട്രാൻസ്പോസ്, എ റേസ് ടു ടി എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ്, കോളം റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ്. കോളം റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഏതിനോട് ഈക്വലാണ്, റോ റാങ്ക് ഓഫ് എയിനോട് ഈക്വലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, റാങ്ക് ടി എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് കിട്ടിയത് കോളം റാങ്ക് ആണെന്ന്, ഇപ്പോൾ നമുക്ക് കിട്ടിയത് റോ റാങ്ക് ആണ്. അതായത് റോ റാങ്കും കോളം റാങ്കും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ.